ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക ഒരു ശൈലി. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ചു മലപ്പുറത്ത്. അപ്പോൾ മനസ്സിലായില്ലേ, ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ആ സമുദായത്തിൽ എത്രയോ നല്ലവരുണ്ട്, എത്രയോ മാന്യന്മാരുണ്ട്. ഇവരോടൊന്നും ന്യായവും മാന്യതയും പറഞ്ഞാൽ യാതൊരു പരിഗണനയും പരിരക്ഷ കിട്ടുക. എന്തുമാകട്ടെ, ഭരണത്തിന് പിന്നെ ഇറങ്ങിയല്ലോ. ഇറങ്ങിയ ശേഷം എന്നെ സമീപിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റിയേ പോയി. അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ പോലും ഞങ്ങളോട് കാശ് ചോദിച്ചവരാണ്. അതിൽ വരെ ഞാൻ ഇവരോട് പരാതി പറഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ ഭരണം പോയ ശേഷം എന്നോട് ഈ നേതാക്കന്മാരെല്ലാം, അതിലെ ഒന്നാംകട നേതാക്കന്മാർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി, ഇനി നമുക്ക് തെറ്റ് തിരുത്താം. വെള്ളാപ്പള്ളി എന്ത് പറയുന്നു അതൊക്കെ നമുക്ക് സാധിച്ചു തരാം. നമുക്ക് നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാം. നമുക്ക് ഈ ഭരണം മാറി നമുക്ക് അടുത്ത ഭരണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞു. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് സാധിക്കില്ല, നിങ്ങളെ വിശ്വസിക്കാനൊക്കത്തില്ല. മല്ലനും മാധവനും കൂടി കാട്ടിപ്പോയതുപോലെയാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ ഒന്നാം കട നേതാക്കന്മാർ വരികയില്ല, രണ്ടാം കടയും മൂന്നാം കടയിലുള്ള ആളുകൾ വന്നിരിക്കും. എന്നിട്ട് നിങ്ങളും ഒരുമാതിരി ഒളിച്ചു കളിക്കും. ഈ അനുഭവം ഇനിയും എൻ്റെ സമുദായം എന്നെ വിശ്വസിക്കില്ല, അതൊന്നും വരാൻ സാധിക്കില്ല എന്ന് തുറന്നടിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു 3-4 പേര് എടുത്തുകൊണ്ടുപോയി ഈ SNDP യോഗത്തെ തകർക്കാൻ വേണ്ടി അർത്ഥം കൊടുത്ത് പണം കൊടുത്ത് ഒരു 6-8 പേര്, ഞങ്ങൾ അടുത്ത ഭരണം വരും, നിങ്ങൾക്ക് ബോർഡ് തരാം കീട് തരാം എന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് മലപ്പുറത്തെ പ്രധാന കണ്ണികളിൽ ആളുകളെല്ലാം കൂടെ കൂടിയിരുന്നുണ്ട്. അവർക്ക് വലിയ പിൻബലം കൊടുത്തുകൊണ്ട് ഈ ആദ്യ ഭരണം വരുന്നതിന് മുമ്പ് ഇറക്കി വിട്ടു SNDPക്കെതിരായിട്ട്. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരൊന്ന് കുറേ കളിച്ചോട്ട് കളം പിടിക്കുന്നില്ല, പോയ പാട്ടി പുല്ല് കണ്ടില്ല. ഈ വിദ്വേഷം എന്നോട് തീർക്കാൻ അവർക്ക് അവസരങ്ങൾ നോക്കി. എന്ത് പറഞ്ഞിട്ടും അവരുടെ കൈക്ക് ഞാൻ നിൽക്കുന്നില്ല. പല പ്രലോഭനങ്ങൾ നടത്തിയിട്ട് ഞാൻ അവരുടെ കൈക്ക് നിൽക്കുന്നില്ല. അവർ വൻപിച്ച നേതാക്കന്മാരെ എന്നെ സമീപിക്കുക, ഒളിഞ്ഞു തെളിഞ്ഞു സമീപിച്ചിട്ട് നിലപാട് ഞാൻ ഓർത്ത്, നിങ്ങളുടെ കൂടെ കൂടിയാൽ എൻ്റെ സമുദായം എനിക്കെതിരാകും. ഇത്രയും കൊല്ലം കൂടെ നിങ്ങൾ നടന്നിട്ട് നിങ്ങളൊന്നും സഹായിച്ചില്ല. ചതിവൻ ചന്ദ്രമാരാ നിങ്ങൾ, കൂട്ടത്തിൽ നിന്ന് ചതിച്ചതാണ്. ഇനി വരത്തില്ല എന്ന് പറയും. അപ്പോഴത്തേനാണ് ഇവിടെ സ്വരം മാറി. പല മുഖമുണ്ട് ലീഗിന് നേതാക്കന്മാർക്ക്. അപ്പോഴാണ് നീക്കറിയില്ല, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിച്ചു. ജലീൽ ആരാണ്? ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ മന്ത്രിയാണ് സ്ഥാപിച്ചത്. ഞാനപ്പോൾ പറയുന്നത് ശരിയായില്ല സ്ഥാപിച്ചത്. ഒരു വളരെ നാളായി ഞങ്ങളുടെ ആഗ്രഹമാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം. അത് കൊല്ലത്ത് സ്ഥാപിച്ച് വളരെ സന്തോഷം, ഇടതുപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ഗുരുവിനെ അറിയാവുന്ന ഒരാളവിടെ വയ്ക്കണമായിരുന്നു. അതിന് ഗുരുവിനെ പടം പോലും ജനിച്ചിട്ട് കാണാത്ത ഗൾഫിൽ ജോലിയായിട്ടിരുന്ന ആളിനെ വിളിച്ചു വരുത്തി ഇവിടെ ആക്കി ഇരുത്തി. പോകുന്നവരെ ഗുരുവിൻ്റെ പടം പോലും ആ യൂണിവേഴ്സിറ്റിയിൽ ഈ വൈസ് ചാൻസലർ സ്ഥാപിച്ചിട്ടില്ല. മനസ്സിലാക്കണം. നിങ്ങൾ തിരഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല. അത് ഞാൻ കാരണം എന്താണ്? ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? ഞങ്ങളൊക്കെ എതിർത്തു. ഗവൺമെൻറ് ചെയ്തത് ശരിയായില്ല. ഗുരുവിനെ അറിയാവുന്ന ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളിരിക്കെ മലബാറിൽ നിങ്ങളുടെ ആളെ കൊണ്ടുവച്ച് ശരിയായില്ല, തെറ്റായിപ്പോയെന്ന് പറയുമ്പോൾ പ്രതികരിച്ച ആരാണ്? ഇടതുപക്ഷത്തിൽ ആരും പ്രതികരിച്ചില്ല. ആദ്യം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പ്രതികരിച്ചത്. ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതി ഞാൻ വർഗീയവാദിയാണ്, അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ എന്താണ്, ഇടതുപക്ഷത്തിൽപ്പെട്ടവർ ആരും പോലും എതിർക്കാതില്ല. അപ്പോൾ ഇവിടെ അവർക്കെതിരായ UDFൻ്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ നേതാവാണ്. അയാളെ വെച്ച് ശരിയായി എന്ന് മാത്രമല്ല, അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുസ്ലിം സംഘടനകളും എനിക്കെതിരെ പ്രമേയം പാസ്സാക്കൽ, ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി എന്നെ എന്തുമാത്രം തേജോവധം ചെയ്യും. മാത്രമേ ചന്ദ്രയിൽ എഡിറ്റോറിയൽ ഇരിക്കണം. എന്ത് മഹാസംഭവമാണെന്നറിയാമോ? ഞാൻ എന്ത് മഹാ തെറ്റായത്.
ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളോട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞതിലുള്ള തെറ്റെന്താ?